അതെ അതെ, അത് ഞാൻ കണ്ടു. അതിനിപ്പോൾ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് അറിയോ? കുറ്റം ചെയ്താൽ ശിക്ഷിക്കും ആരാണെങ്കിലും. നമുക്കറിയില്ലല്ലോ കൂടെ നടക്കുന്ന ഈ പണിയുണ്ടെന്ന്. അത് കണ്ടാൽ കണ്ടെത്തും, കണ്ടെത്തിയാൽ ശിക്ഷിക്കും. ആരാ കണ്ടെത്തിയ? ആരാ? സംസ്ഥാന സർക്കാർ തന്നെ. അതിൻ്റെ പേരിലാണ് ചിലരൊക്കെ കാലത്ത് തൊട്ട് അട്ടഹാസം ചാനലിൽ ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞില്ല, വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ വരണ്ട, അത്രേ പറയുന്നത്. അത് നീക്കം ചെയ്യുമല്ലോ, തോന്നിയാസം കാണിച്ചാൽ നീക്കം ചെയ്യും. അതെ അതെ, അത് ഞാൻ കണ്ടു. അതിനിപ്പോൾ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് അറിയോ? കുറ്റം ചെയ്താൽ ശിക്ഷിക്കും ആരാണെങ്കിലും. നമുക്കറിയില്ലല്ലോ കൂടെ നടക്കുന്ന ഈ പണിയുണ്ടെന്ന്. അത് കണ്ടാൽ കണ്ടെത്തും, കണ്ടെത്തിയാൽ ശിക്ഷിക്കും. ആരാ കണ്ടെത്തിയ? ആരാ? സംസ്ഥാന സർക്കാർ തന്നെ. അതിൻ്റെ പേരിലാണ് ചിലരൊക്കെ കാലത്ത് തൊട്ട് അട്ടഹാസം ചാനലിൽ ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞില്ല, വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ വരണ്ട, അത്രേ പറയുന്നത്. അത് നീക്കം ചെയ്യുമല്ലോ, തോന്നിയാസം കാണിച്ചാൽ നീക്കം ചെയ്യും. മരമുറിക്കാരൻ്റെയും കൈരളിക്കാരൻ്റെയും മണ്ണാക്കില്, സോറി കേട്ടോ, മരമുറിക്കാരൻ്റെയും കൈരളിക്കാരൻ്റെയും മണ്ണാക്കില് മന്ത്രിമാരൊക്കെ കെ മുരളീധരനെ പോലെ കണ്ടുപിടിക്കണം. എപ്പോഴും ഈ സംയമനത്തിൻ്റെ അല്ലെങ്കിൽ മാന്യതയുടെ പര്യായമായി മാറേണ്ട കാര്യമൊന്നുമില്ല. കൊടുക്കേണ്ടത് നല്ല അണ്ണാക്കിൽ തന്നെ പൊട്ടിച്ചു കൊടുക്കണം. കൊടുക്കേണ്ടത് അണ്ണാക്കിൽ തന്നെ പൊട്ടിച്ചു കൊടുക്കണം. കാരണം മറ്റൊന്നുമല്ല, ഒരു ഭാഗത്ത് മുട്ടിൽ മരം മുറി കേസിൽ വാറണ്ട്, മറ്റൊരു ഭാഗത്ത് മെസ്സിയുടെ പേരിൽ നടത്തിയ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇങ്ങനെ ഓരോന്ന് പുറത്തേക്ക് വരുന്നു. ആരാണെങ്കിലും അസ്വസ്ഥതയുണ്ടാകും, ആരാണെങ്കിലും വല്ലാത്തൊരു വെപ്രാളമുണ്ടാകും, ആരാണെങ്കിലും വല്ലാത്തൊരു അസ്കിതയുണ്ടാകും. കുരു പൊട്ടും, വയറ്റുനോക്ക് പിടിക്കും, ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ലൂസ് മോഷൻ ഉണ്ടാകും അല്ലേ? അപ്പോൾ സ്വാഭാവികമാണ്, ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം ഇതൊന്നും പുത്തിരിയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2025 ഓഗസ്റ്റ് മുതൽ, വളരെ കൃത്യമായി ഞാൻ പറയാം, 2025 ഓഗസ്റ്റ് മുതൽ എന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് 17 മുതൽ എന്നാണ് ഞാൻ ഓർക്കുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വേട്ട തുടങ്ങിയ ആ നിമിഷം മുതൽ കോൺഗ്രസിനെതിരെ, UDFിനെതിരെ രാഹുൽ മാങ്കൂട്ടം ഒരായുധമായിരുന്നു. അതിനെ കൊണ്ടു നടക്കുകയായിരുന്നു. അതിനെ പല രീതിയിൽ 24 മണിക്കൂറും ചർച്ച ചെയ്ത് മാത്രവുമല്ലല്ലോ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിനെതിരെ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഇറങ്ങി പുറപ്പെട്ട നാണം കെട്ട നെറികെട്ട വർഗങ്ങൾ സമൂഹത്തിൽ യാതൊരു ക്രെഡിബിലിറ്റിയുമില്ലാതെ വീട്ടിലിരിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ നീ പണം തന്നിട്ട് പോയിക്കൂടാ എന്ന് പറയുന്ന രീതിയിലുള്ള പണി. സ്വന്തം കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ന്യൂസ് റൂമിൽ പെട്ട് ആക്രമിക്കപ്പെട്ടു അല്ലേ? റിപ്പോർട്ടർ TVയുടെ ന്യൂസ് റൂമിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. ഒരുത്തനും മിണ്ടിയില്ല, ഒരുത്തനും ചർച്ച ചെയ്തില്ല. ആ പെൺകുട്ടിയെ നിരന്തരമായി ഇവർ പീഡിപ്പിച്ചു. ആ പെൺകുട്ടി അവസാനം എനിക്ക് നിന്റെ ജോലി വേണ്ടടോ എന്ന് പറഞ്ഞ് രാജിക്കത്തും വലിച്ചിറങ്ങിയിട്ട് ഇറങ്ങിപ്പോയി. ആ പെൺകുട്ടിക്ക് ഇതേ റിപ്പോർട്ടർ TVയിലെ മാമാമാര്, കൂട്ടിക്കൊടുപ്പുകാർ ഉപദേശം നൽകി കരിയർ അവസാനിക്കും. അവരെയൊന്നും എന്താക്കണ്ട, അവരുടെ അനിഷ്ടം അവരെ വെറുപ്പിക്കരുത്, അവരുടെ അനിഷ്ടം എന്താക്കരുത്, വാങ്ങി വെക്കരുത്. മാമാ പണിക്കാർ, കൂട്ടിക്കൊടുപ്പുകാർ അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നൽകിയ ഉപദേശ. അപ്പോൾ ഈ കൂട്ടിക്കൊടുപ്പുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരിയെ ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ തെരുവുകളിലൂടെ അലയുകയായിരുന്നു, പട്ടികൾ അലയും പോലെ. ആ കൂട്ടര് ഇന്ന് വലിയ വെപ്രാളത്തിലാണ്. കാരണം എന്താ? കാരണം ഒന്നടങ്കം അടപടലം മൂഞ്ചാൻ പോവുക, പൂട്ടിക്കെട്ടേണ്ടി വരും. എന്നിട്ട് ഇരുന്ന് കരയാ, തൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ ശ്രമം നടക്കുന്നു. എന്ത് ക്രെഡിബിലിറ്റിയാണോ നിങ്ങൾക്കുള്ളത്? കൂട്ടിക്കൊടുപ്പിൻ്റെ ക്രെഡിബിലിറ്റിയോ, മാമാ പണിയെടുത്തതിൻ്റെ ക്രെഡിബിലിറ്റിയോ? എന്ത് ക്രെഡിബിലിറ്റിയാ ഉള്ളത്?
40-ലധികം ക്രിമിനൽ കുറ്റപത്രങ്ങൾ. തലക്ക് മീതെയുള്ള ഒരു ക്രിമിനലിന് എന്ത് ക്രെഡിബിലിറ്റിയാ ഉള്ളത്? അല്ലേ? ആ ക്രിമിനലിനെയും കൂടെ കൂട്ടിയിട്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച ആളുകൾ അവർ മറുപടി പറഞ്ഞേ മതിയാകൂ. അല്ല, നിങ്ങൾ എന്താ കരുതുന്നത്? വ്യാജ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുമ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ നിൽക്കണമെന്നോ? നീക്കം ചെയ്യപ്പെടും, എല്ലാം നീക്കും. എന്തേ നിങ്ങൾക്ക് ഇത്ര ബേജാറ്? എന്തേ നിങ്ങൾക്ക് ഇത്ര വെപ്രാളം? നിങ്ങൾ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ എത്ര സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് ഹാൻഡിലുകൾക്ക് പൂട്ടിട്ടിട്ടുണ്ട്? നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ വെപ്രാളം? എന്താ അന്ന് വ്യാജങ്ങളല്ല പടച്ചു വിട്ടത്, ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ പൂട്ടിയ എത്ര അക്കൗണ്ടുകളുണ്ടോ കേരളത്തിൽ? ഇന്നെന്താ നിങ്ങൾക്ക് ഇത്ര വെപ്രാളം? എന്താണ്? ഒരു കാര്യം ഉറപ്പല്ലേ, സഖാക്കളുടെ വെപ്രാളം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഒത്താശയോടുകൂടി കേരളത്തിലെ തെമ്മാടിത്തരും ക്രിമിനൽ ആക്ടിവിറ്റികളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാട്ടുകള്ളനെ പൂട്ടാൻ പോവുകയാണ്. ആ കാട്ടുകള്ളനെ പൂട്ടിയാൽ ആ കാട്ടുകള്ളൻ മാത്രമല്ല കുടുങ്ങാൻ പോകുന്നത്, ഇവരടക്കം കുടുങ്ങാൻ പോവുക. അപ്പം അതിൻ്റെ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് തീരുമാനിച്ചിറങ്ങിയതാ. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സതീശൻ അധികാരത്തിലെത്തിയ നിമിഷം മുതൽ പറയുന്നതാ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് എത്ര കൃത്യമായിട്ട് സ്വജനപക്ഷപാതമില്ലാതെ എത്ര എഫിഷ്യൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ പോലും, ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, നടപടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി നടപടി സ്വീകരിച്ചു. അല്ലാതെ സംരക്ഷിക്കുകയല്ല ചെയ്തത്. കൃത്യമല്ലേ? നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ UDF കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ പിണറായി വിജയൻ്റെ ചെലവിൽ, പിണറായി വിജയൻ്റെ തറവാട് സ്വത്തിൻ്റെ ചെലവിലല്ല, പിണറായി വിജയൻ കേരളത്തിൻ്റെ ഖജനാവിൽ കൈയിട്ട് വാരി ആ പണമെടുത്ത് വിതരണം ചെയ്തിട്ട് പോറ്റി വളർത്തിയ പേപ്പട്ടികളെയാണ് പൂട്ടാൻ പോകുന്നത്. പേപ്പട്ടികളെ പേ പിടിച്ച് തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന് സാധാരണക്കാരൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവര് ജീവിതം തകർത്ത എത്ര ആളുകൾ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്? അല്ലേ? എന്നിട്ട് അവന് ക്രെഡിബിലിറ്റി ആണെന്ന്, ആ വാക്കുപയോഗിക്കാൻ, ആ വാക്കുച്ചരിക്കാനുള്ള അവകാശമുണ്ട് അവന്. കേരളം കണ്ട ബോൺ പക്കാ ക്രിമിനൽ. ആ ക്രിമിനലിനെ സംരക്ഷിച്ചതും ആ ക്രിമിനലിനെ ഉപയോഗിച്ച് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിച്ചതും കൊള്ളയടിച്ചതും കള്ളക്കടത്ത് നടത്തിയതും ഡോളർ കടത്ത് നടത്തിയതും എല്ലാം സർക്കാർ. പിണറായി വിജയന്റെ മന്ത്രിമാര്, CPM-ന്റെ ആളുകള്, സഖാക്കള്. സ്വർണം കട്ടത് ആരപ്പാ? സഖാക്കളാണ് അയ്യപ്പ. ആൻഡോയെ ഉപയോഗിച്ചത് ആരാപ്പാ? സഖാക്കളാണ് അയ്യപ്പ. ആൻഡോയെ വളർത്തിയത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. ആൻഡോയെ സഹായിച്ചത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. പിണറായി വിജയനാണ് അയ്യപ്പ. അല്ലേ? എന്നിട്ട് പിണറായി വിജയൻ എന്ന് പറയാണ്, ആൻഡോ പറയാ അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിൻ്റെ കത്തുണ്ട്. ഏത് കത്ത്? അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ AFA അയച്ച കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പറയാണ് എനിക്ക് കിട്ടിയിട്ടില്ല. ആരാണ് നുണയൻ? ഞാൻ നിങ്ങളോട് ആ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്, നിങ്ങളെ കണ്ടാൽ മതി. ആൻഡോ പറയുന്നതും പിണറായി വിജയൻ പറഞ്ഞതും ഒക്കെ അതിലുണ്ട്. ആരാണ് നുണയൻ? ആൻഡോയാണോ അതോ പിണറായി വിജയനാണോ? കേരളം തീരുമാനിക്കട്ടെ. അതോ രണ്ടുപേരും നുണയന്മാരാണോ? ആരാണ് നുണയന്മാര്? ഓപ്ഷൻ ഇല്ല, രണ്ടുപേരും നുണയന്മാരാണ് എന്ന്. ഒന്നില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ ആൻഡോ, അല്ലെങ്കിൽ പിണറായി വിജയൻ. എന്താണെങ്കിലും മുരളീധരൻ അടച്ച് അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാവണം സമീപനം, ഇങ്ങനെ തന്നെയാവണം പെരുമാറേണ്ടതും. മാന്യമായിട്ടാണെങ്കിൽ മാന്യമായിട്ട്, ഇങ്ങോട്ടുള്ളത് മതി അങ്ങോട്ട്, കിട്ടുന്നത് തിരിച്ചു കൊടുക്കാനുള്ള ആർജവം കാണിക്കണം മന്ത്രിമാര്. മന്ത്രി കസേരയിലാണ്, ഗവൺമെന്റ് ആണെന്നുള്ള പരിഗണനയൊന്നും വേണ്ട.
വളരെ കൃത്യമായിട്ട് മറുപടികൾ കൊടുക്കാൻ വളരെ അണ്ണാക്കിൽ പൊട്ടിക്കാൻ കഴിയണം എന്നുള്ളതാണ് പറയാനുള്ളത്.